നിങ്ങൾ പുതിയതായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബിസിനസ്സിനെ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ എങ്കിൽ തീർച്ചയായും നിങ്ങളത് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് നേടാൻ 10 ലക്ഷം രൂപ വരെ ഈടില്ലാത്ത വായ്പ പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ. എന്താണ് പ്രധാനമന്ത്രി മുദ്രാ യോജന? ആർക്കൊക്കെ ലഭിക്കും? എത്ര രൂപ വരെ ലഭിക്കും? ഇതിൻ്റെ മാർജിൻ എത്രയാണ്? തിരിച്ചടവ് കാലാവധി എത്ര നാൾ? ഇത് ലഭിക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ട് തുടങ്ങിയ കംപ്ലീറ്റ് ഡീറ്റെയിൽസിന് വീഡിയോ കാണുക. എന്താണ് പ്രധാനമന്ത്രി മുദ്രാ യോജന? 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്ത ഒരു ലോൺ സ്കീമാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ ഈടും നൽകാതെ 10 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്നു. എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി അഥവാ ആർക്കൊക്കെ ഇത് ലഭിക്കും? എല്ലാ മൈക്രോ എൻ്റർപ്രൈസസും ഇതിന് എലിജിബിൾ ആണ്. എന്താണ് മൈക്രോ എൻ്റർപ്രൈസസ്, മീഡിയം അഥവാ സ്മോൾ എൻ്റർപ്രൈസ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു മാനുഫാക്ചറിങ് ബിസിനസ്സോ അല്ലെങ്കിൽ സർവീസ് ബിസിനസ്സോ അല്ലെങ്കിൽ ട്രേഡിങ്ങോ ഏത് തരം ബിസിനസ് ആയാലും നിങ്ങളിതിന് എലിജിബിലിറ്റി ഉണ്ട്. ഇത് കൂടാതെ ഡയറക്റ്റ് കൃഷിക്ക് അല്ലാതെ ഏതൊരു വിധ ബിസിനസ്സിനും വേണ്ടിയും ഇത് ഉപയോഗിക്കാം. എന്നാൽ കൃഷി അനുബന്ധപ്പെട്ട മറ്റ് ബിസിനസ്സുകൾക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കും. അതായത് തേനീച്ച കൃഷി, കോഴി വളർത്തൽ, അഗ്രോ ഇൻഡസ്ട്രി, ഡയറി, ഫിഷറി, ഫുഡ് ആൻഡ് അഗ്രോ ഇൻഡസ്ട്രി തുടങ്ങിയ മറ്റ് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് പല ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ലോൺ ലഭിക്കുന്നതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിന് അപ്ലൈ ചെയ്യുന്നയാൾ ഒരു ബാങ്കിലും ഡിഫോൾട്ടർ ആകാൻ പാടില്ല. എലിജിബിൾ ലോൺ എമൗണ്ട്, മാക്സിമം ലോൺ എലിജിബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. ലോൺ എമൗണ്ടിനെ അടിസ്ഥാനമാക്കി ഇതിനെ 3 കാറ്റഗറിയായിട്ട് തരംതിരിച്ചിരിക്കുന്നു: ശിശു, കിഷോർ, തരുൺ. ശിശു കാറ്റഗറി എന്ന് പറയുന്നത് അപ് ടു 50,000 വരെയുള്ള ലോൺ എമൗണ്ട് വരുന്ന മുദ്രാ ലോൺസിനെയാണ്. അതേപോലെ തന്നെ 50,000 മുകളിൽ 5 ലക്ഷം രൂപ വരെയുള്ള കിഷോർ കാറ്റഗറി ആയിട്ടും 5 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം രൂപ വരെയുള്ളതിനെ തരുൺ കാറ്റഗറി ആയിട്ടും തരംതിരിച്ചിരിക്കുന്നു. മുദ്രാ ലോണിൻ്റെ മാർജിനും അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതായത് ബാങ്കുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നോർമലി അപ് ടു 50,000 വരെയുള്ള ശിശു കാറ്റഗറിക്ക് മാർജിൻ ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ മാക്സിമം മാർജിൻ എന്ന് പറയുന്നത് 25%, 25% മാത്രമായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഓരോ ബാങ്കിൻ്റെയും സർക്കുലർ അനുസരിച്ചിട്ട് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റീപേയ്മെൻറ്റ് പീരീഡ് അഥവാ തിരിച്ചടവ് കാലാവധി. എല്ലാ MSME ലോണും പോലെ മുദ്രാ ലോണും അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ പ്രവർത്തന മൂലധനത്തിനും ടേം ലോൺ അഥവാ കാലാവധി ലോണുകളായിട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയുന്നത് സാധാരണ 12 മാസത്തേക്കാണ് കൊടുക്കാറ്. അതിനുശേഷം അതായത് സമയങ്ങളിൽ അത് പുതുക്കി വെക്കുന്നു. ടേം ലോൺ എന്നത് മാക്സിമം 84 മന്ത്സ് അഥവാ 7 വർഷത്തേക്കാണ് നൽകാറ്. അത് ഇൻക്ലൂഡിങ് മൊറട്ടോറിയം പീരീഡും കൂടെ കൂട്ടിയിട്ടായിരിക്കും. ടേം ലോൺ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ മെഷീനറീസ് എന്തെങ്കിലും മേടിക്കുന്നതിന് വേണ്ടിയാണ് അത് സാധാരണ കൊടുക്കാറുള്ളത്. ഇനി എന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണ് ഒരു മുദ്രാ ലോൺ നേടുന്നതിന് വേണ്ടി ബാങ്കിൽ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ID പ്രൂഫാണ്. ID പ്രൂഫ് എന്ന് പറയുമ്പോൾ വോട്ടർ ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഐഡൻറ്റിറ്റിയുള്ള ഗവൺമെൻറ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ID പ്രൂഫായിട്ട് ബാങ്കുകൾ സ്വീകരിക്കുന്നതാണ്. അടുത്തതായി അഡ്രസ് പ്രൂഫ്. അഡ്രസ് പ്രൂഫിന് അഡ്രസ്സുള്ള ഏതെങ്കിലും ID കാർഡ്, അതായത് വോട്ടർ IDയോ ആധാർ കാർഡിലുണ്ട്, പാസ്പോർട്ടിലുണ്ട്. ഇതല്ലെങ്കിൽ നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് താമസം മാറുകയൊക്കെ ആണെങ്കിൽ അവിടുത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് പെയ്ഡ് ടെലിഫോൺ കണക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, ഇതെല്ലാം അഡ്രസ് പ്രൂഫിനായിട്ട് സ്വീകരിക്കുന്നതാണ്. ഇതും അല്ലെങ്കിൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് അതോറിറ്റി, അതായത് ലോക്കൽ പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അഡ്രസ്സിനായിട്ട് ബാങ്കുകൾ സ്വീകരിക്കുന്നതാണ്. അടുത്തതായിട്ടുള്ള നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കണം ആപ്ലിക്കേഷനിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളത് MSMEയുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഉദ്യമ രജിസ്ട്രേഷൻ, അത് കമ്പൽസറിയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് MSME ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ ഉദ്യമ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഇത് കൂടാതെ ഈ ഒരു ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ലൈസൻസുകളും വേണം. എന്ന് വെച്ചാൽ ലോക്കൽ ബോഡിയിൽ നിന്നുള്ള ലൈസൻസ്, അതുമാത്രമല്ല ഏതൊരു ബിസിനസ്സാണോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലൈസൻസ്. ചിലപ്പോൾ ഒരു ഫുഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് FSSAI ലൈസൻസ് അത് വേണ്ടി വരും. കൂടാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സ്ഥാപനം, ആ ബിൽഡിങ് നിങ്ങൾ റെൻറ്റിലെടുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റെൻ്റ് എഗ്രിമെൻറ്റ് വേണം. ഇതിന് പിന്നെ ഒരു പുതിയതായിട്ട് ലോൺ എടുക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ട്,
അതേപോലെ തന്നെ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് കൊടുക്കേണ്ടതാണ്. അത് ഈ പ്രൊജക്റ്റിനെ പറ്റിയുള്ള മൊത്തത്തിലുള്ളൊരു ഡീറ്റെയിൽസ്, എന്താണ് പ്രൊജക്റ്റ്, എങ്ങനെയാണ് കാര്യങ്ങൾ, അതിൻ്റെ വരുമാനം എത്ര കിട്ടും, അതൊക്കെ പറയുന്നൊരു റിപ്പോർട്ടാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. അത് ഇല്ലാത്ത കേസിലാണെങ്കിൽ ഒരു പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ്, അതായത് ഒരു 7 കൊല്ലത്തേക്കാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ ആ 7 കൊല്ലത്തേക്കുള്ള ഒരു പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് കൊടുക്കേണ്ടതാണ്. അത് മാക്സിമം ഒരു 2 ലക്ഷത്തിന് മുകളിലുള്ള ലോണുകളിലേക്കൊക്കെയാണ് ഇത് ബാങ്കുകാർ സാധാരണ ചോദിക്കാറ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൊട്ടേഷൻസ് ആണ്. നമ്മൾ എന്ത് സാധനമാണോ ഈ ലോൺ എടുത്തിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൊട്ടേഷൻസ് ബാങ്കുകൾ ചോദിക്കാറുണ്ട്. എന്തായാലും നിങ്ങൾ കൊട്ടേഷൻ എടുക്കുമ്പോൾ മാക്സിമം ഇത് GST ഉള്ള കൊട്ടേഷൻ തന്നെ ചോദിച്ച് മേടിക്കുക. ഇത്രയും സാധനങ്ങൾ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മുദ്രാ ലോൺ കിട്ടും. വയബിലിറ്റി ഉള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുദ്രാ ലോണിന് എലിജിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കത് ലഭിക്കുകയും ചെയ്യും. മുദ്രാ ലോണിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന് കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ട എന്നത് തന്നെയാണ്. 10 ലക്ഷം രൂപ വരെയുള്ള ലോൺ നമ്മൾക്ക് മുദ്രാ ലോണായിട്ട് ലഭിക്കുന്നതാണ്. അതിന് യാതൊരുവിധ ഈടും അല്ലെങ്കിൽ കൊളാറ്ററൽ സെക്യൂരിറ്റിയോ വെക്കേണ്ടതായിട്ട് ഇല്ല. അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് പ്രോസസ്സിംഗ് ചാർജ് ഇല്ല. നോർമലി ബാങ്കുകൾ ഇതിന് പ്രോസസ്സിംഗ് ചാർജ് ഒന്നും ഈടാക്കുന്നതല്ല. പിന്നീടൊരു ഗുണം എന്ന് പറയുന്നത് ഇതിന് പേഴ്സണൽ ഗ്യാരണ്ടിയും ആരുടെയും കൊടുക്കേണ്ടതില്ല. നോർമലി ഈട് നൽകാത്ത ഒരു ലോണിന് സാധാരണ ബാങ്കുകൾ മറ്റൊരു വ്യക്തിയുടെയും കൂടെ പേഴ്സണൽ ഗ്യാരണ്ടി ചോദിക്കാറുണ്ട്. ഈ മുദ്രാ ലോണിൻ്റെ കേസിൽ തേർഡ് പാർട്ടി ഗ്യാരണ്ടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ പേഴ്സണൽ ഗ്യാരണ്ടി യാതൊരുവിധ തരത്തിലും ആവശ്യമില്ല, അത് ചോദിക്കാറുമില്ല. ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു സ്കീം ലഭിക്കുന്നത് നിങ്ങൾക്ക് അടുത്തുള്ള ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന കൺസൾട്ടൻസി ഉണ്ട്. അതായത് ഉദ്യമ രജിസ്ട്രേഷൻ മുതൽ പ്രൊജക്ട് റിപ്പോർട്ട് വരെ എല്ലാം തയ്യാറാക്കി തരുന്ന കൺസൾട്ടൻസികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ സേവനം ലഭ്യമാക്കാവുന്നതാണ്. മുദ്രാ ലോണിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബിലോ. എല്ലാവർക്കും ഒരു നല്ലൊരു സംരംഭക ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.